السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. അബൂ സഈദ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അദ്ദേഹം കേട്ടു, തുടർച്ചയായി നോമ്പ് പിടിക്കരുത്, അതായത് അൽ വിസാൽ ചെയ്യരുത്. ഇനി ആർക്കെങ്കിലും നോമ്പ് നീട്ടണം എന്ന് തോന്നിയാൽ, അതായത് നമ്മൾ സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെ പോരാ, ഇച്ചിരിയോടെ കൂടുതൽ നോമ്പ് പിടിക്കണമെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അവർ അത് നീട്ടിക്കൊള്ളട്ടെ സഹർ വരെ, അതായത് രാവിലെ ഇടയത്താഴം കഴിക്കുന്ന സമയം വരെ, സുബഹിക്ക് മുമ്പുള്ള സമയം വരെ, അതായത് 24 മണിക്കൂർ നോമ്പ് പിടിക്കാമെന്ന്. അതിൽ കൂടുതൽ പിടിക്കാൻ പാടില്ല. അപ്പോൾ ആളുകൾ അദ്ദേഹത്തിനോട് ചോദിച്ചു, പക്ഷെ താങ്കൾ അൽ വിസാൽ ചെയ്യാറുണ്ടല്ലോ, അല്ലയോ അള്ളാഹുവിൻ്റെ റസൂലേ? അപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞു, ഞാൻ നിങ്ങളെപ്പോലെയല്ല. കാരണം രാത്രിയിൽ എന്നെ തീറ്റിക്കുകയും കുടിപ്പിക്കുകയും ചെയ്യുന്ന ഒരാൾ എനിക്കുണ്ട്. അബീ സഈദ് റളിയല്ലാഹു അൻഹു അന്നഹു സമഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ ലാ തുവാസിലു ഫഅയ്യുകും അറാദ അൻ യുവാസില ഫൽയൂസിൽ ഹത്ത സഹർ ഖാലു ഫഇന്നക തുവാസിലു യാ റസൂലല്ലാഹ് ഖാല ഇന്നി ലസ്തു കഹൈഅതികും ഇന്നി അബീതു ലീ മുതൈമുൻ യുതൈമുനി വസാഖിൻ യസ്ഖീൻ. ആയിഷ റളിയല്ലാഹു അൻഹ വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ വിസാൽ അല്ലെങ്കിൽ തുടർച്ചയായി ഒരു ദിവസത്തിൽ കൂടുതൽ നോമ്പ് പിടിക്കുന്നത് വിരോധിച്ചിരിക്കുന്നു. അത് നമുക്ക് ഒരു ദയ അലി കാരുണ്യം അലി അനുഗ്രഹമായിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആളുകൾ അദ്ദേഹത്തിനോട് ചോദിച്ചു, താങ്കൾ പക്ഷേ അൽ വിസാൽ ചെയ്യാറുണ്ടല്ലോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങളെപ്പോലെയല്ല. കാരണം എൻ്റെ രക്ഷിതാവ് എനിക്ക് ആഹാരവും വെള്ളവും തരുന്നുണ്ട്. അബ്ദുള്ള പറയുന്നു, ഉസ്മാൻ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞില്ല നിങ്ങൾക്ക് കരുണയായി എന്നുള്ളത്. അതായത് ഇപ്പം ഈ മുമ്പ് പറഞ്ഞ ഹദീസിലുള്ള ആ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. أن عائشة رضي الله عنها قالت نهى رسول الله صلى الله عليه وسلم عن الوصال رحمة لهم فقالوا إنك تواصل قال إني لست كهيئتكم إني يطعمني ربي ويسقين. قال أبو عبد الله لم يذكر عثمان رحمة لهم. തുടർച്ചയായി അൽ വിസാൽ ആരെങ്കിലും ചെയ്താൽ അയാൾക്കുള്ള ശിക്ഷ, അപ്പോൾ ഒരു ദിവസത്തിൽ കൂടുതൽ 24 മണിക്കൂറിൽ കൂടുതൽ നോമ്പ് പിടിച്ചാൽ അയാൾക്കുള്ള ശിക്ഷ അത്തൻകീലി ലിമൻ അക്സർ അൽ വിസാൽ. അനസ് വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ റവാഹു അനസുൻ അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ വിസാൽ, അതായത് തുടർച്ചയായി ഒരു ദിവസത്തിൽ കൂടുതൽ നോമ്പ് പിടിക്കുന്നത് വിരോധിച്ചിരിക്കുന്നു. അപ്പോൾ ഒരു മുസ്ലിം അദ്ദേഹത്തിനോട് ചോദിച്ചു, പക്ഷെ താങ്കൾ അൽ വിസാൽ ചെയ്യാറുണ്ടല്ലോ, അല്ലയോ അള്ളാഹുവിൻ്റെ റസൂലേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, നിങ്ങളിൽ ആരാണ് എന്നെ പോലുള്ളത്, അല്ലെങ്കിൽ എനിക്ക് തുല്യമായിട്ടുള്ളത്? എനിക്ക് ആഹാരവും വെള്ളവും രാത്രിയിൽ എൻ്റെ രക്ഷിതാവ് തരുന്നുണ്ട്. പക്ഷേ ആളുകൾ അതൊരു സുന്നത്ത് പോലെ റസൂൽ ചെയ്യുന്നു, നമുക്കും ചെയ്യാം എന്നുള്ള മട്ടിൽ അൽ വിസാൽ തുടർന്നു. അത് നിർത്താൻ അവർ വിസമ്മതിച്ചു. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോടൊപ്പം ഒരു ദിവസം രാവിലെ തൊട്ട് പിറ്റേ ദിവസം രാവിലെ വരെ 24 മണിക്കൂർ അൽ വിസാൽ ചെയ്തു, അല്ലെങ്കിൽ നോമ്പ് പിടിച്ചു, നീണ്ട നോമ്പ്. അപ്പോഴേക്കും ഷവ്വാൽ മാസപ്പിറവി അല്ലെങ്കിൽ ചന്ദ്രക്കല കണ്ടു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ദേഷ്യത്തോടെ പറഞ്ഞു, അത് പറഞ്ഞിട്ട് കേൾക്കാത്തത് കൊണ്ടുള്ള ദേഷ്യമാണത്, അൽ വിസാൽ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നതുകൊണ്ട്. അപ്പോൾ ദേഷ്യത്തോടുകൂടി റസൂൽ പറഞ്ഞു, നിലാവെങ്ങാനും വന്നില്ലായിരുന്നെങ്കിൽ നിങ്ങളെ കണ്ട് ഞാൻ കുറേ നീണ്ട നോമ്പ് പിടിപ്പിക്കുമായിരുന്നു. അത് അവർക്കുള്ള ശിക്ഷയായിരുന്നു, കാരണം അവർ അൽ വിസാൽ ചെയ്യുന്നത് നിർത്താൻ വിസമ്മതിച്ചു. ഫത്തുൽ ബാരിയിൽ കൂടുതൽ വിശദീകരണമുണ്ട്. അപ്പോൾ റസൂൽ അവർ 3-4 ദിവസം പട്ടിണിക്കിട്ട് ശരിക്ക് പണി കൊടുക്കാനുള്ള പരിപാടിയായിരുന്നു, പക്ഷേ രക്ഷപ്പെട്ടു പോയി അവർ. അന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ വിസാലി ഫി സ്വൗമി ഫഖാല ലഹു റജുലുൻ മിനൽ മുസ്ലിമീൻ ഇന്നക തുവാസിലു യാ റസൂലല്ലാഹ് ഖാല വഅയ്യുകും മിസ്ലി ഇന്നി അബീതു യുത്ഇമുനി റബ്ബി വയസ്ഖീൻ. فلما أبوا أن ينتهوا عن الوصال وصال بهم يوما ثم رأى الهلال فقال لو تأخر لزدتكم كالتنكيل لهم حين أبوا أن ينتهوا. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 2 പ്രാവശ്യം പറഞ്ഞു, അല്ലയോ ആളുകളെ, നിങ്ങൾ സൂക്ഷിക്കുക, അൽ വിസാൽ നിങ്ങൾ ചെയ്യരുത്. അപ്പോൾ ആളുകൾ അദ്ദേഹത്തിനോട് ചോദിച്ചു, പക്ഷെ താങ്കൾ അൽ വിസാൽ ചെയ്യുന്നുണ്ടല്ലോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, എൻ്റെ രക്ഷിതാവ് എനിക്ക് ആഹാരവും വെള്ളവും രാത്രിയിൽ എത്തിച്ചു തരുന്നുണ്ട്, കുടിക്കാൻ തരുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ കഴിവിൻ്റെ ഉള്ളിൽ ഉള്ള പ്രവർത്തികൾ മാത്രം ചെയ്യുക.
أنه سمع أبا هريرة رضي الله عنه عن النبي صلى الله عليه وسلم قال أيكم والوصال مرتين قيل إنك تواصل قال إني أبيت يطعمني ربي ويسقين فاكلفوا من العمل ما تطيقون. തുടർച്ചയായി രാവും പകലും നോമ്പ് പിടിക്കുന്ന അൽവിസാൽ പിറ്റേ ദിവസം നോമ്പ് തുടങ്ങുന്നത് വരെ, അതായത് 24 മണിക്കൂർ. അൽവിസാലി ഇലസഹരി. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ തുടർച്ചയായി നോമ്പ് പിടിക്കരുത്, അതായത് രാവും പകലും, അതായത് അൽവിസാൽ ചെയ്യരുത്. ഇനി എങ്ങാനും നിങ്ങൾക്ക് നീണ്ട നോമ്പ് പിടിക്കണം എന്ന് നിർബന്ധമാണെങ്കിൽ രാവും പകലും പിടിച്ചുകൊള്ളുക, അതായത് പിറ്റേ ദിവസം ഇടയത്താഴം കഴിക്കുന്ന സമയം വരെ, അതല്ലെങ്കിൽ സുബഹിക്ക് മുമ്പുള്ള സമയം വരെ, അപ്പോൾ ആഹാരം കഴിക്കണം. അതായത് 24 മണിക്കൂർ നോമ്പ് വേണമെങ്കിൽ പിടിക്കാം നിർബന്ധമുള്ളവർക്ക്. പക്ഷെ അവർ പറഞ്ഞു, പക്ഷെ താങ്കൾ അങ്ങനെയല്ലല്ലോ, അൽവിസാൽ പൂർണ്ണമായിട്ടും അള്ളാഹുവിൻ്റെ റസൂലെ പിടിക്കുന്നുണ്ടല്ലോ, അതായത് 24 മണിക്കൂറിൽ കൂടുതൽ താങ്കൾ നോമ്പ് പിടിക്കുന്നുണ്ടല്ലോ. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ നിങ്ങളെപ്പോലെയല്ല, രാത്രിയിൽ എനിക്ക് ഒരു ആളുണ്ട്, അവൻ എന്നെ തീറ്റിക്കുകയും കുടിപ്പിക്കുകയും ചെയ്യുന്നു. അൻ അബീ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു അന്നഹു സമിഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ ലാ തുവാസിലു ഫഅയ്യുകും അറാദ അൻ യുവാസില ഫൽയുവാസിൽ ഹത്ത സഹർ ഖാലു ഫഇന്നക തുവാസിലു യാ റസൂലല്ലാഹ് ഖാല ലസ്തു കഹയതികും ഇന്നി അബീതു ലീ മുതഇമുൻ യുതഇമുനി വസാഖിൻ യസ്ഖീൻ. ആരെങ്കിലും ഒരാൾ മറ്റൊരു മുസ്ലിം സഹോദരനെ സുന്നത്ത് നോമ്പ് മുറിക്കുന്നതിന് നിർബന്ധിക്കുന്നു, അവൻ അതിനുവേണ്ടി ശപഥവും ചെയ്യുന്നു അല്ലെങ്കിൽ സത്യം ചെയ്യുന്നു, അങ്ങനെയാണെങ്കിൽ നോമ്പ് മുറിച്ച ആൾക്ക് തിരിച്ച് നോമ്പ് പകരമായി പിടിക്കേണ്ടതില്ല. കാരണം അയാൾ മുറിച്ച ആ നോമ്പ് അയാളുടെ നന്മയ്ക്ക് വേണ്ടിയുള്ളതായിരുന്നു എങ്കിൽ. മൻ അഖ്സമ അലാ അഖീഹി ലിയുഫ്തിറ ഫീ തതവ്വുഇ വലം യറാ അലൈഹി ഖളാഅൻ ഇദാ കാന ഔഫഖ ലഹു. അതുപോലെ രോഗിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡോക്ടർമാർ പറയുന്നു, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്, അള്ളാഹുവിനെ നമുക്ക് നോക്കാം. അബൂ ജുഹൈഫ വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സാഹോദര്യത്തിൻ്റെ ബന്ധം സ്ഥാപിച്ചിരുന്നു സൽമാനും അബൂദർദയും തമ്മിൽ. അപ്പോൾ അവർ രണ്ടുപേരും സഹോദരന്മാരായിരുന്നു. ഇസ്ലാമിക സാഹോദര്യമാണ് ഉദ്ദേശിക്കുന്നത്, ഖുവ്വത്തുൽ ഇസ്ലാമിയ്യ. ഹിജ്റ പോയവർക്ക് ഒറ്റ രൂപ പോലും എടുക്കാനുണ്ടായിരുന്നില്ല കയ്യിൽ, പട്ടിണി പാവങ്ങളായിരുന്നു അഭയാർത്ഥികൾ. അപ്പോൾ അവർ മദീനയിലുള്ള ഓരോ സഹാബികളോടും ജോഡി ആയിരുന്നു. അപ്പോൾ മദീനയിലുള്ള സഹാബികൾ അവരുടെ സമ്പത്തും ഒക്കെ ഇവർക്ക് വീതം വെച്ചു കൊടുത്തു. അങ്ങനെയുള്ള സാഹോദര്യമാണ് പറയുന്നത് സൽമാനും അബൂദർദയും. സൽമാൻ അങ്ങനെ അബൂദർദയെ കാണാൻ വന്നപ്പോൾ ഉമ്മുദർദ വളരെ മോശം അല്ലെങ്കിൽ സിമ്പിളായിട്ടുള്ള ലളിതമായ ഡ്രസ്സ് ഇട്ടിരിക്കുന്നു, വലിയ കാണാൻ മെനയൊന്നും ഇല്ലാത്തത്. അപ്പോൾ അവരോട് ചോദിച്ചു, എന്തിനാണ് ഇങ്ങനെ ഡ്രസ്സ് ഇട്ടിരിക്കുന്നത്? അപ്പോൾ അവർ മറുപടി പറഞ്ഞു, നിങ്ങളുടെ സഹോദരൻ അബൂദർദയ്ക്ക് ഈ ലോകത്തിലുള്ള അലങ്കാരങ്ങളിലൊന്നും ഒരു താല്പര്യമില്ല. അതായത് ലൗകിക ജീവിതം ഉപേക്ഷിച്ച് ജീവിതകാലം മുഴുവൻ വളരെ ലളിതമായ ജീവിതം നയിച്ച്, ശരിക്കും പറഞ്ഞാൽ തുണി കാര്യങ്ങൾ, ഡ്രസ്സ്, ആഹാരം, ഇതൊക്കെ റസൂലിനെ പോലെയായിരുന്നു, മിനിമം കാര്യങ്ങളായിരുന്നു എല്ലാം ചെയ്തിരുന്നത്. അപ്പോഴേക്കും അബൂദർദ വന്നു. അങ്ങനെ സൽമാന് ആഹാരവും ഉണ്ടാക്കി. സൽമാൻ അബൂദർദയോട് തിന്നാൻ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഒപ്പം ഇരുന്ന്. പക്ഷേ അബൂദർദ പറഞ്ഞു, ഞാൻ നോമ്പിലാണ്. അപ്പോൾ സൽമാൻ പറഞ്ഞു, നീ തിന്നുന്നില്ലെങ്കിൽ ഞാനും തിന്നൂല എന്ന് പറഞ്ഞു. അങ്ങനെ അബൂദർദ സൽമാനോടൊപ്പം ആഹാരം കഴിച്ചു. രാത്രി ആയപ്പോൾ അല്ലെങ്കിൽ രാത്രിയുടെ ഒരു ഭാഗം കഴിഞ്ഞപ്പോൾ അബൂദർദ എഴുന്നേറ്റു. പക്ഷെ സൽമാൻ പറഞ്ഞു, അബൂദർദ ഉറങ്ങിക്ക് എന്ന് പറഞ്ഞു, നിർബന്ധിച്ചു. അങ്ങനെ അബൂദർദ കിടന്ന് ഉറങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ അബൂദർദ വീണ്ടും എഴുന്നേറ്റു. പക്ഷെ സൽമാൻ പറഞ്ഞു, കിടന്നുറങ്ങ് എന്ന് പറഞ്ഞു. അങ്ങനെ രാത്രിയുടെ അവസാന ഭാഗം ആയപ്പോൾ അല്ലെങ്കിൽ അവസാനത്തെ മണിക്കൂറൊക്കെ ആയപ്പോഴേക്കും സൽമാൻ പറഞ്ഞു, എഴുന്നേക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും നമസ്കരിച്ചു. സൽമാൻ അബൂദർദയോട് പറഞ്ഞു, നിന്റെ രക്ഷിതാവിന് നിന്റെ മേൽ ഒരു അധികാരമുണ്ട്, നിന്റെ ശരീരത്തിന് അല്ലെങ്കിൽ നിനക്ക് തന്നെ നിന്റെ മേളിലും ഒരു അധികാരമുണ്ട്, നിന്റെ കുടുംബത്തിന് അല്ലെങ്കിൽ ഭാര്യയ്ക്ക് നിന്റെ മേളിൽ ഒരു അധികാരം ഉണ്ട്. അതുകൊണ്ട് നീ എല്ലാവർക്കും അവരവരുടെ അധികാരങ്ങൾ അല്ലെങ്കിൽ അവകാശങ്ങൾ കൃത്യമായി വീതിച്ച് കൊടുക്കുക. അബൂദർദ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് വന്നിട്ട് ഈ സംഭവം മുഴുവൻ വിശദീകരിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സൽമാൻ സത്യം പറഞ്ഞിരിക്കുന്നു. അപ്പോൾ നോമ്പ് മാത്രം, നിസ്കാരം മാത്രം, രാത്രിയിൽ ഉറക്കമില്ല, അങ്ങനെ വേണ്ട, എല്ലാം വേണം. നമ്മൾ അങ്ങേയറ്റം ഇങ്ങേയറ്റം പരിപാടികളില്ല, എല്ലാം മാന്യമായ രീതിയിൽ വേണം. عن عون ابن أبي جحيفة عن أبيه قال أخى النبي صلى الله عليه وسلم بين سلمان وأبي الدرداء فزار سلمان أبا الدرداء فرأى أم الدرداء متبذلة فقال لها ما شأنك؟ قالت أخوك أبو الدرداء ليس له حاجة في الدنيا. فجاء أبو الدرداء
صنع له طعاما فقال له كل قال فإني صائم قال ما أنا بأكل حتى تأكل قال فأكل فلما كان الليل ذهب أبو الدرداء يقوم قال نم فنام ثم ذهب يقول فقال نم فلما كان من آخر الليل قال سلمان قم الآن فصليا فقال له سلمان إن لربك عليك حقا ولنفسك عليك حقا ولأهلك عليك حقا فأعطي كل ذي حق حقه فأتى النبي صلى الله عليه وسلم فذكر ذلك له فقال له النبي صلى الله عليه وسلم صدق سلمان. ഷാബാൻ മാസത്തിലെ നോമ്പ് പിടിക്കുന്നത് സൗമി ഷാബാൻ. ആയിഷ റളിയല്ലാഹു അൻഹ വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് പിടിക്കാറുണ്ടായിരുന്നു, ആരെങ്കിലൊക്കെ നോമ്പ് പിടിക്കുന്നത് നിർത്തൂല എന്ന് പറയുന്നത് വരെ. അപ്പോൾ നോമ്പ് അങ്ങനെ ആരെങ്കിലൊക്കെ പറഞ്ഞ് ആളുകൾ കണ്ട് പ്രാക്ടീസ് ചെയ്യുന്നതിനുമ്പോഴേക്കും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് നിർത്തും. ആരെങ്കിലുമൊക്കെ ഒരിക്കലും നോമ്പ് പിടിക്കുന്നത് നിർത്തുകയില്ല എന്ന് പറയുന്നത് വരെ. അദ്ദേഹം നോമ്പ് ഉപേക്ഷിക്കുമായിരുന്നു, ആരെങ്കിലുമൊക്കെ ഇനി നോമ്പ് പിടിക്കൂല എന്ന് പറയുന്നത് വരെ. അപ്പോൾ എല്ലാത്തിലും മിതത്വം. പൊതുവെ ആളുകൾ അങ്ങേയറ്റം കണ്ട് പഠിക്കരുത് എന്ന് ആവുന്നവരെയൊക്കെ, അതായത് ആളുകൾ അത് കണ്ട് അതൊരു ശീലമാക്കൂല എന്നുവരെയൊക്കെയാണ് റസൂൽ നോമ്പ് പിടിക്കുകയോ പിടിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്തിരുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ കണ്ടിട്ടേ ഇല്ല ഒരു മാസം മുഴുവൻ തുടർച്ചയായി നോമ്പ് പിടിക്കുന്നത്, റമളാനിൽ ഒഴികെ. അപ്പോൾ റമളാനല്ലാതെ തുടർച്ചയായ നോമ്പ് റസൂൽ അങ്ങനെ പിടിക്കാറില്ലായിരുന്നു. ഒരു മാസം തികച്ച് പിന്നീട് ഒരിക്കലും പിടിച്ചിട്ടില്ല. ഷാബാൻ മാസത്തിലല്ലാതെ ഒരു മാസത്തിലും അദ്ദേഹം നോമ്പ് പിടിക്കുന്നു ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ റമളാനിൽ മാത്രമാണ് 30 ദിവസം തികച്ച് പിടിച്ചിട്ടുള്ളൂ, ഷാബാനിൽ മാത്രമാണ് കൂടുതൽ നോമ്പ് പിടിച്ചിട്ടുള്ളത്, മറ്റു മാസങ്ങളിൽ കുറച്ച് നോമ്പ് പിടിച്ചിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ ഖാലത്ത് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു ഹത്താ നഖൂല ലാ നുഫ്തിറു വയഫ്തിറു ഹത്താ നഖൂല ലാ യസൂമു വമാ റഅയ്തു നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തകമല സിയാമ ശഹരി ഇല്ലാ റമളാൻ വമാ റഅയ്തു അക്സറ സിയാമൻ മിൻഹു ഫി ശഅബാൻ. ആയിഷ റളിയല്ലാഹു അൻഹ വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഅബാനിൽ ഒഴികെ വേറെ മാസത്തിലൊന്നും അത്ര അധികം നോമ്പ് പിടിച്ചിട്ടില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ നോമ്പ് റമളാൻ കഴിഞ്ഞാൽ പിന്നെ പിടിച്ചിരുന്നത് ഷഅബാനിലായിരുന്നു. ബാക്കി മാസങ്ങളിലൊക്കെ നോമ്പ് ഉണ്ട്. അദ്ദേഹം പറയുമായിരുന്നു, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന അമലുകളൊക്കെ നിങ്ങൾ ചെയ്യുക, കാരണം നിങ്ങൾക്ക് കൂലി തന്ന അള്ളാഹു മടുക്കുകയില്ല, നിങ്ങൾ നന്മകൾ ചെയ്യുന്നത് മടുക്കുന്നത് വരെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമസ്കാരം എന്ന് പറയുന്നത് സ്ഥിരമായിട്ടുള്ള നമസ്കാരങ്ങളായിരുന്നു. വളരെ ചെറുതാണെങ്കിൽ പോലും ജീവിതകാലം മുഴുവൻ നിലനിർത്തുന്ന സ്ഥിരമായിട്ടുള്ള നമസ്കാരങ്ങളെയാണ് അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നത്. എപ്പോഴൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലുമൊക്കെ നമസ്കരിച്ചിട്ടുണ്ടോ അതെല്ലാം അദ്ദേഹം സ്ഥിരമായി നമസ്കരിക്കാറുണ്ടായിരുന്നു. أن عائشة رضي الله عنها حدثته قالت لم يكن النبي صلى الله عليه وسلم يصوم شهرا أكثر من شعبان وكان يقول خذوا من العمل ما تطيقون فإن الله لا يمل حتى تملوا وأحب الصلاة إلى النبي صلى الله عليه وسلم ما دوم عليه وإن قلت وكان إذا صلى صلاة دوام عليها. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ് പിടുത്തവും നോമ്പ് പിടിക്കാതിരിക്കലും അതിനെപ്പറ്റി എന്താണ് പറഞ്ഞിരിക്കുന്നത്? മായുദ്കറു മിൻ സ്വമിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഇഫ്താരിഹി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മാസം മുഴുവനും റമളാനിലല്ലാതെ ഒരിക്കലും നോമ്പ് പിടിച്ചിട്ടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആളുകൾ അങ്ങനെ പറയുന്നത് വരെ നോമ്പ് പിടിക്കുമായിരുന്നു. അള്ളാഹു ആണ് ഇദ്ദേഹം നോമ്പ് നിർത്തുകയേയില്ല, നോമ്പ് പിടി അങ്ങനെ പറയുന്നത് വരെ. അതുപോലെ അദ്ദേഹം നോമ്പ് ഉപേക്ഷിക്കാറുണ്ടായിരുന്നു. ആളുകൾ ഇങ്ങനെ പറയുന്നത് വരെ ഇദ്ദേഹം നോമ്പേ പിടിക്കുന്നില്ലല്ലോ, അതായത് കുറേ നാൾ നോമ്പ് പിടിക്കാതെയൊക്കെ ഇരിക്കും, അതുപോലെ തുടർച്ചയായി കുറേ നോമ്പുകൾ പിടിക്കുകയും ചെയ്യും. അപ്പോൾ കാണുന്നവർക്ക് ഇതെന്നും നോമ്പാണല്ലോ എന്ന് പറയുന്നത് പോലെ, അതല്ലെങ്കിൽ ഇപ്പോൾ റസൂൽ നോമ്പേ പിടിക്കണമല്ലോ എന്ന് പറയുന്നത് പോലെ അത്ര അധികം വ്യത്യാസം രണ്ടിലും ഉണ്ടായിരുന്നു, പിടിക്കുകയും പിടിക്കാതിരിക്കുകയും ചെയ്യുന്നതിൽ. عن ابن عباس قال ما صام النبي صلى الله عليه وسلم شهرا كاملا قط غير رمضان ويصوم حتى يقول القائل لا والله لا يفطر ويفطر حتى يقول القائل لا والله لا يصوم. അനസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് ഉപേക്ഷിക്കാറുണ്ടായിരുന്നു ചില മാസങ്ങളിൽ. അങ്ങനെ അദ്ദേഹം നോമ്പ് പിടുത്തമേ നിർത്തിയോ എന്ന് ഞങ്ങളൊക്കെ ചിന്തിക്കുന്നത് വരെ.
ആ മാസത്തിൽ. മറ്റു മാസങ്ങളിൽ അദ്ദേഹം നോമ്പ് പിടിക്കാറുണ്ടായിരുന്നു, കുറേ നോമ്പുകൾ. ചിലപ്പോഴൊക്കെ ആ മാസത്തിൽ നോമ്പ് അദ്ദേഹം നിർത്തുകയേ ഇല്ലായിരുന്നു. ആർക്കെങ്കിലൊക്കെ അദ്ദേഹം നിസ്കരിക്കുന്നത് കാണണമെങ്കിൽ രാത്രിയിൽ അദ്ദേഹത്തിനെ ആ അവസ്ഥയിൽ കാണാമായിരുന്നു. അതായത് നോമ്പ് പിടിക്കുന്ന നബിയെ കാണണം എന്നുദ്ദേശിക്കുന്നവർക്ക് അത് കാണാമായിരുന്നു, കാരണം ഇടയ്ക്കിടയ്ക്ക് നോമ്പായിരിക്കും ചെല്ലുമ്പോഴൊക്കെ. അതുപോലെ നോമ്പ് പിടിക്കാത്ത നബിയെ കാണണം എന്നുദ്ദേശിക്കുന്നവർക്കും അത് പറ്റുമായിരുന്നു, കാരണം ചെല്ലുമ്പോഴൊക്കെ ഇടയ്ക്കൊക്കെ നോമ്പില്ലാത്ത നബിയും ഉണ്ടായിരുന്നു. അതുപോലെ നിസ്കരിക്കുന്ന കണ്ടീഷനിൽ കാണണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ചെന്നാലും കാണാമായിരുന്നു. അതുപോലെ നിസ്കരിക്കേണ്ടാത്ത കണ്ടീഷനിൽ കാണണം, അതായത് ഉറങ്ങുന്നത് കാണണം എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് രാത്രിയിൽ അങ്ങനെയും കാണാമായിരുന്നു. അപ്പോൾ ഇതെല്ലാം ചെയ്ത നബിയായിരുന്നു നമ്മുടെ നബി. എല്ലാം അങ്ങേയറ്റമല്ല, അല്ലെങ്കിൽ ഒന്ന് മാത്രമല്ല, എല്ലാം ബാലൻസ് ചെയ്ത്. അന്നഹു സമയ അനസൻ റളിയല്ലാഹു അൻഹു യഖൂൽ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഫ്തിറു മിന അശ്ശഹരി ഹത്താ നളുന്ന അല്ലാ യസൂമ മിൻഹു വയസൂമു ഹത്താ നളുന്ന അല്ലാ യുഫ്തിറ മിൻഹു ഷൈഅ വകാന ലാ തശാഉ തറാഹു മിനൽ ലൈലി മുസല്ലിയൻ ഇല്ലാ റഅയ്തഹു വലാ നായിമൻ ഇല്ലാ റഅയ്തഹു. അല്ലാഹു അഅലം. അല്ലാഹു എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്നു. നിങ്ങളിത് കാണുക, ഖുർആൻ പഠിക്കുക, എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ബാറക്കല്ലാഹു ലി വലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.